നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണിന് നാളെ കൊടിയേറുകയാണ്. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും കരുത്തരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. കൊൽക്കത്തയിലാണ് ഈ ഒരു സൂപ്പർ പോരാട്ടം നടക്കുന്നത്. ഇത്തവണ ഗ്രൗണ്ടിലെ ആദ്യ മത്സരങ്ങളെല്ലാം വലിയ ആഘോഷമാക്കി മാറ്റാനാണ് BCCI ആലോചിക്കുന്നത്. ആരാധകരുടെ വലിയ കാത്തിരിപ്പിന് നാളെ അവസാനമാകാൻ പോവുകയാണെന്ന് ചുരുക്കം. ഇത്തവണ മെഗാലേലത്തിന് ശേഷം നടക്കുന്ന ആദ്യ സീസണായതിനാൽ തന്നെ വലിയ മാറ്റങ്ങൾ ടീമുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ സീസണിനെ കൂടുതൽ ആവേശകരവും ആക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ആരാധകരെ നിരാശപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. IPL 2025 സീസണിന്റെ ഉദ്ഘാടന മത്സരം ഉപേക്ഷിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ മത്സരത്തിൽ മഴ വില്ലനായേക്കും എന്നാണ് ഉറപ്പായിരിക്കുന്നത്. അങ്ങനെ വന്നാൽ മത്സരം ഉപേക്ഷിക്കാതെ മറ്റ് വഴികളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. IPL 2025 ആദ്യ മത്സരം നടക്കുന്നത് കൊൽക്കത്തയിലാണ്. മത്സരം നടക്കേണ്ട 22-ാം തീയതി കനത്ത മഴയാണ് കൊൽക്കത്തയിൽ പ്രവചിക്കപ്പെടുന്നത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൊൽക്കത്തയിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയുണ്ട്. പലയിടങ്ങളിലും മൂടിക്കെട്ടിയ കാലാവസ്ഥയുമാണ് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വൈകിട്ടോടെ കനത്ത മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ആദ്യ മത്സരം നടത്താൻ നിർവാഹമില്ലാതെ മത്സരം ഉപേക്ഷിക്കാനുള്ള അവസ്ഥ തന്നെ വരും. മഴ പെയ്യാതിരിക്കാൻ വിരളമായ സാധ്യത പോലും ഇല്ല എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പോലും പറയുന്നത്. മഴ പെയ്യാതിരിക്കാനുള്ള നേരിയ സാധ്യത പോലും ഇല്ല എന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിലെ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊൽക്കത്തയിലെ ആദ്യ മത്സരം നടക്കാൻ സാധ്യതകൾ വളരെ കുറവാണെന്ന് ചുരുക്കം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് RCB സൂപ്പർ പോരാട്ടം കാണാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് നിരാശരാകേണ്ടി വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. വൈകിട്ട് 7:30 മത്സരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയത്ത് അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പന്ത് പോലും എറിയാതെ മത്സരം ഉപേക്ഷിക്കേണ്ടതായി വരും. KKRഉം RCBയും വിജയത്തോടെ തുടങ്ങാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായാൽ പോയിന്റ് പങ്കിടാതെ മറ്റ് വഴികളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. മത്സരം ഒരു പന്ത് പോലും എറിയാതെ ഉപേക്ഷിക്കാനാണ് സാധ്യത കൂടുതൽ. മത്സരത്തിന് റിസർവ് ഡേ ഇല്ലാത്തതിനാൽ തന്നെ ഓരോ പോയിന്റ് വീതമായിരിക്കും ഇരു ടീമും പങ്കിടുക. അങ്ങനെ വരുമ്പോൾ കൊൽക്കത്തയ്ക്കും ബാംഗ്ലൂരിനും ആദ്യ മത്സരത്തിൽ പോരാടത്ത് തന്നെ ഓരോ പോയിന്റുകൾ ലഭിക്കുകയും ചെയ്യും. എന്നാൽ ആവേശ പോരാട്ടം കാണാൻ കാത്തിരിക്കുന്ന ആരാധകർക്കാകും നിരാശപ്പെടേണ്ടി വരുന്നത്. പെട്ടെന്നുണ്ടായ ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാണ് ഇത് കൂടുതൽ തിരിച്ചടിയാവുക. സ്വന്തം തട്ടകത്തിൽ നിർണായകമായ 2 പോയിന്റുകൾ നേടിയെടുക്കാനുള്ള അവസരമാണ് കൊൽക്കത്തയ്ക്ക് മുന്നിലുള്ളത്. എന്നാൽ മത്സരം ഉപേക്ഷിച്ച് പോയിന്റ് പങ്കിടേണ്ടി വന്നാൽ KKRനെ അത് വലിയ തിരിച്ചടിയായി മാറിയേക്കും. നേരത്തെ തന്നെ KKRന്റെ ഒരു ഹോം മത്സരം മാറ്റിയിരുന്നതാണ്. ഏപ്രിൽ 6 കൊൽക്കത്തയിൽ നടക്കേണ്ട ലക്നൗ സൂപ്പർ ജയൻസിനെതിരായ കൊൽക്കത്തയുടെ മത്സരമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. രാമനവമിയോടനുബന്ധിച്ച് ആഘോഷം നടക്കുന്നതിനാൽ മത്സരത്തിന് വേണ്ടത്ര സുരക്ഷ ഒരുക്കാനാകില്ല. ആ കാരണം കൊണ്ടാണ് മത്സരം മാറ്റിയത്. എന്തായാലും നിലവിലെ ചാമ്പ്യന്മാർക്ക് ആദ്യ മത്സരത്തിൽ ശുഭകരമായി തുടങ്ങാനാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ കിരീട ജേതാക്കളായ കൊൽക്കത്തയ്ക്ക് ഈ മത്സരത്തിലും അത് ആവർത്തിക്കാനാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഉദ്ഘാടന മത്സരത്തിൽ മഴ മാറി നിൽക്കണമേ എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ആരാധകർ.